എൻ്റെ അമ്മ മത്തിക്കറി ഉണ്ടാക്കിയ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ഇതുപോലെ കപ്പ എടുത്തിട്ട് ഞാൻ അതൊട്ട് പുട്ടുണ്ടാക്കി. സാധാരണ നമ്മൾ കപ്പ ഒന്നിൽ പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് പാൽക്കപ്പ ഉണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട്. കുറേ കിണിട്ട് അങ്ങനെ കാണുന്നു. ഒരു വട്ടം എന്തായാലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചേക്കും ചെയ്തിരിക്കണം. അപ്പം എന്തായാലും ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, കപ്പ എടുത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാനും വേണ്ടി ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി നല്ല വെള്ള കളറിലാകുന്നത് വരെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേറ്ററിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലവരടുത്ത് ഗ്രേറ്റർ ഉണ്ടാവില്ലല്ലോ, അങ്ങനെയുള്ളവരെന്ത് ചെയ്യാന്നറിയോ, മിക്സിയുടെ ജാറുണ്ടല്ലോ അതിലിട്ടിട്ട് കറക്കിയെടുത്താലും മതിയെന്ന്. പക്ഷെ അതിലിടുമ്പോൾ എന്താ വെച്ചാൽ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി ഇടാൻ പറ്റൂല. അതിൻ്റെ ആരൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കൊത്തി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്താലും നമുക്കിത് ചെയ്യാം. എനിക്ക് തോന്നണം അതായിരിക്കും ഒന്നുകൂടി എളുപ്പം. ഇത് കുറച്ച് മെനക്കെട്ട പരിപാടി കേട്ടോ, കയ്യിൽ കുറച്ച് പണിയുള്ള പരിപാടിയാണ്. എന്തായാലും ഞാനിവിടെ ഇതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഉണ്ടാവും. നല്ലോണം ചെറിയ ഗ്രേറ്ററിലിട്ടിട്ട് ചെയ്യുമ്പോൾ അതാട്ടോ ഏറ്റവും നല്ലത്. ഇനി എന്ത് ചെയ്യാം, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നല്ല മിക്സ് ചെയ്യണം. അപ്പോൾ ഇതൊരു കട്ട കുത്തിയ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ കൈ വെച്ച് നല്ലോണം മിക്സാക്കി കൊടുക്കണം. എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്കറിയാം, ഉപ്പിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളം പോലെ ഉണ്ടാവില്ലേ, അല്ലെങ്കിലേ പൂളാന്ന് ഇവിടെയൊക്കെ പറയും. ഞങ്ങൾ ഈ പാലക്കാട് ജില്ലയിലൊക്കെ പൂളാന്ന് പറയലുണ്ട്. അല്ലെങ്കിൽ ഈ സാധനത്തിൽ നല്ലൊരു നീര് പോലെ ആയിരിക്കും. എന്തായാലും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല തിരുമ്മി എടുത്ത ശേഷം നമുക്ക് അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരൊന്ന് മാറ്റണം. നമുക്ക് അതിൻ്റെ നീര് ആവശ്യമില്ല കേട്ടോ. ഒരുപാടങ്ങ് മുറുക്കി പിഴിയണം എന്നൊന്നും പറയില്ല, ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഒരുപാടങ്ങ് പിഴിഞ്ഞ് അതിൻ്റെ പൊടി മൊത്തവും കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, പൊടിയില്ലാത്ത കപ്പ പുഴുങ്ങി കഴിക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പിഴിയണ്ട, ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. അതായത് ഈ ഒരു കണക്കിന് പിഴിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആ ഒരു വെള്ളം നമുക്കിനി വേണ്ട, ആവശ്യമില്ല, നിർബന്ധമല്ല. ഇനിയിപ്പോൾ അത് വേറെയും പല പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടല്ല, ഞാൻ അതൊന്നും ചെയ്യണില്ല. എന്തായാലും നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള കപ്പ ഒരു പാത്രത്തിൽ ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇനി നമ്മൾ ഇത് വെച്ച പുട്ട് ചുടണേ. ഞാൻ ഇത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാകുന്നതുകൊണ്ട് തന്നെ ഒരു ലേശം ഉപ്പ് കൂടി ഇട്ടെടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ പുട്ടുംപാനി വെള്ളം വെച്ചിട്ട് ഇതുപോലെ പുട്ടും കുറ്റി എടുക്കുക. അതിലേക്ക് സാധാരണ നമ്മൾ എങ്ങനെയാണോ പുട്ട് നിറക്കല് അതുപോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ കപ്പ ഇട്ട് കൊടുക്കുക, പിന്നെയും തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ 3 കഷ്ണാക്കിയിട്ട് ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇത് അടുപ്പിലോട്ട് വെക്കുക, നമ്മുടെ പുട്ടുംപാനിയിലോട്ട് വെച്ചിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കൂലേ അത്ര ടൈം തന്നെ ഉള്ളൂ കേട്ടോ. കൂടുതൽ സമയം ഒന്നും വേണമെന്നില്ല. പിന്നെ ഇത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് സമയം ഒന്നും എടുക്കൂല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഏറ്റവും മുകളിൽ തേങ്ങ വെച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അമർത്തി തെള്ളി വെക്കരുത്, ലൂസാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഒരുപാട് അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമെല്ലാം കൂടി. അപ്പോൾ അത് ചെയ്യരുത്, ചെറുതായി ലൂസാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ആവി വന്നിട്ടുള്ള കപ്പ നമുക്ക് കുത്താം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി കപ്പപ്പുട്ട് കിട്ടിയില്ലേ. പക്ഷേ ഇനിയിപ്പം ചെറിയൊരു സജഷൻ അപ്പക്കാട്ടോ ഉമ്മ വന്നത്. ഉമ്മ പറഞ്ഞു അതിലെന്തെങ്കിലും പൊടി ഇടണ്ടേന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, ബാക്കിയുള്ള ഒരു ട്രിപ്പ് ചുട്ടല്ലോ, ബാക്കിയുള്ള ഒരു ട്രിപ്പിൽ ഞാൻ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ചുട്ടെടുത്തു കേട്ടോ. എനിക്ക് പേഴ്സണലി ഒന്നും കൂടി ഇഷ്ടമായത് ഒന്നും ചേർക്കാണ്ട് ചുട്ടതാണ് ഒന്നും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നല്ലത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പപ്പുട്ടല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നല്ല മത്തിക്കറിയുടെ കൂടെ അതുപോലെ തന്നെ നല്ല ബീഫിൻ്റെ കൂടെയൊക്കെ എപ്പോഴും കപ്പ നല്ല കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ നല്ല ചമ്മന്തി ഉണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കപ്പ എടുത്തതാണ് ഇതുപോലെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് മത്തിക്കറിൻ്റെ അമ്മയുടെ മത്തിക്കറിയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു ചെറിയ പീസ് എടുത്ത് കറിയിൽ മുക്കി കഴിക്കാം. അപ്പോൾ എന്തായാലും ഒരു തവണ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. Thank you.